ഒന്നാമത്തെ മെഡിസിനാണ് അബ്രോട്ടാനം. നമുക്കെല്ലാം ചിരപരിചിതമായ മെഡിസിനാണ്. ഇറ്റ് ഇസ് ദ മരാസ്മസ് ഓഫ് ചിൽഡ്രൻ വിത്ത് മാർക്ഡ് ഇമാസിയേഷൻ, എസ്പെഷ്യലി ഓഫ് ലെഗ്സ്. അവരുടെ അബ്രോട്ടാനത്തിൻ്റെത് കാലുകളിലാണ് അവർക്ക് ഈ മരാസ്മസ് പ്രൊമിനന്റ് ആണ്. അതിൽ അയഡം അതുപോലെ സാനിക്കില, ട്യൂബർക്ലിനം ഒക്കെ ഉണ്ട്. ആൻഡ് സ്കിൻ ഈസ് ഫ്ലാബി, ഹാൻഡ്സ് ലൂസ് ഇൻ ഫോൾഡ്. അത് നെക്കിന് മാത്രമാണെങ്കിൽ നേട്രമോർ, സാനിക്കുലം. എപ്പോഴും മെഡിസിൻസ് പഠിക്കുമ്പോൾ ബ്രാക്കറ്റഡ് മെഡിസിൻസ് കൂടി ഒന്ന് നോക്കി പോകണം. നമുക്ക് എന്താണ് വള്ളി വരുവാന്ന് പറയാൻ പറ്റില്ല. ഇനി അബ്രോട്ടാനത്തിന്റെ ബോറിക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഹോമിയോയിഡ് മെറ്റീരിയ മെഡിക്ക എന്ന് സെർച്ച് ചെയ്താൽ മതി. ഹോമിയോയിഡ് മെറ്റീരിയ മെഡിക്കയിലും ബോറിക്കും അലൻസും രണ്ടും ഉണ്ട്. അതുപോലെ റെപ്പറ്ററികളും ഉണ്ട്. പ്രധാനപ്പെട്ട റെപ്പറ്ററീസ് ഉള്ളൂ കേട്ടോ. കെൻഡ് റെപ്പറ്ററി, ബോറിക് റെപ്പറ്ററി ഒക്കെ ഉള്ളൂ. എങ്കിലും ഹോമിയോയിന്റ് എന്നൊരു www.homeoint റെപ്പറ്ററി അല്ലെങ്കിൽ ഹോമിയോയിഡ് മെറ്റീരിയ മെഡിക്ക അടിച്ചാൽ നിങ്ങൾക്ക് ഇത് രണ്ട് റെഫർ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ അബ്രോട്ടാനത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് മെഡിസിൻ ഫോർ മരാസ്മസ്. അബ്രോട്ടാനം കൂടാതെ നമുക്ക് ട്യൂബർക്കുലിൻ അറിയാം, അയഡമായം, സാനിക്കുലിൻ ഈ മരാസ്മസ് കണ്ടീഷന് കൊടുക്കണം. ഇനി ഇതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ബോറിക്കിൽ പറഞ്ഞിരിക്കുന്ന സിംറ്റം ഞാൻ പറയാം. മെറ്റാസ്റ്റാസിസ്, മറ്റൊന്ന് ട്യൂബർക്കുലസ് പെരിറ്റോണൈറ്റിസ്, എക്സുഡേറ്റീവ് പ്ലൂറസി. ഈ വേർഡുകളെല്ലാം ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്, ഓർക്കണം. ആൻഡ് അഗ്രിവേഷൻ ഓഫ് ഹെമറോയിഡ്സ് വെൻ റിമാറ്റിസം ഇംപ്രൂവ്സ്. മറ്റൊന്ന് എപ്പിസ്റ്റാസിസ് ആൻഡ് ഹൈഡ്രോസീൽ ഇൻ ബോയ്സ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ബോറക്കിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്. സോ ഐ റിപ്പീറ്റ്, ഒന്ന് മരാസ്മസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മറ്റൊന്ന് മെറ്റാസ്റ്റാസിസ് ആണ്. ട്യൂബർക്കുലസ് പെരിറ്റോണൈറ്റിസ് എന്ന വാക്ക് ഓർക്കണം. നമ്മൾ പലയിടത്ത് ട്യൂബർക്കുലസ് തൈസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂബർക്കുലസിന് പകരം തൈസിസ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. പക്ഷെ ഇത് നിങ്ങൾ ഓർക്കണം, ട്യൂബർക്കുലസ് പെരിറ്റോണൈറ്റിസ്, എക്സുഡേറ്റീവ് പ്ലൂറസി, അഗ്രിവേഷൻ ഓഫ് ഹെമറോയിഡ്സ് വെൻ റൊമാറ്റിസം ഇംപ്രൂവ്സ്. അങ്ങനെ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കണം. നമ്മൾ ഓർക്കൂല അബ്രോട്ടാനും കാരണം ഹെമറോയിഡ്സിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. സോ റിമെമ്പർ ദിസ്. അതിനകത്ത് നമ്മൾ ഈ കീനോട്ട് വായിക്കുമ്പോൾ കുറെ സിംറ്റംസ് കേൾക്കണം. ഡിസെൻട്രി റൊമാറ്റിസം ഓൾട്ടർനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ട്രേസ് മറന്നു പോകരുത്. എപ്പിസ്റ്റാസിസ് ആൻഡ് ഹൈഡ്രോസീൽ ഇൻ ബോയ്സ്. ഇത് കാണുമ്പോൾ നമുക്ക് നോർമലി ഒരുപക്ഷെ ആർജിനൈറ്റിക്കോ ഓർമെറ്റോ ഒക്കെ എഴുതാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ഇറ്റ് ഇസ് അബ്രോട്ടാനം. അതിന്റെ കൂടെ ഞാൻ അയഡം വെച്ചതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ മരാസ്മസ് റിലേറ്റഡ് കാര്യങ്ങൾ പറയാനാണ്. അതിനെ കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ബോറിക് സിംറ്റംസ് വേറെ വരുന്നുണ്ട് കേട്ടോ. പേഴ്സൺസ് ഓഫ് എ സ്ക്രോഫുലസ് ഡയാത്തസിസ്. സ്ക്രോഫുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ലിംഫ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്ത ടെൻഡൻസി അല്ലേ. വിത്ത് ഡാർക്ക് ഓർ ബ്ലാക്ക് ഹെയർ ആൻഡ് ഐസ്, എ ലോ കാറ്ററ്റിക് കണ്ടീഷൻ വിത്ത് പ്രൊഫൗണ്ട് ഡെബിലിറ്റി ആൻഡ് ഗ്രേറ്റ് ഇമാസിയേഷൻ. ഇവരെന്ന് പറഞ്ഞാല് അയഡം ഫ്ലൂറിക് ആസിഡിനെ പോലെ ഭയങ്കര ഹോട്ട് റെമഡിയാണ് കേട്ടോ. വിത്ത് നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസത്തിലുള്ള പ്രശ്നങ്ങൾ, ലോ കാറ്ററ്റിക് കണ്ടീഷൻ, പ്രൊഫൗണ്ട് ഡെബിലിറ്റി, ഗ്രേറ്റർ ഇമാസിയേഷൻ, great weakness and loss of breath on going upstairs during menses, ravenous hunger, eats freely and well, yet loses flesh all the time. നല്ല വിശപ്പുണ്ട്, നല്ല ദാഹവും ഉണ്ടെന്നാണ് ബോറിക്ക് പറയുന്നത്. ഭയങ്കര ഹംഗ്രിയുമാണ്, അതുപോലെ അവർക്ക് നല്ല തേഴ്സ്റ്റിയും ആണെന്നാണ്. നന്നായി കഴിക്കും, പക്ഷെ നമ്മൾ പറയില്ലേ ആൾക്ക് ശരീരത്തിൽ പിടിക്കുന്നില്ല. അത് ഒരു കോസ് പറയുന്ന ഹൈപ്പർ തൈറോയിഡിസം. അതിന് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. അബ്രോട്ടാനം, നേട്രമോർ, സാനിക്കുല, ട്യൂബർക്കുലിയം, ഇതൊക്കെ അതിന്റെ മെഡിസിൻസ് വരുന്നതാണ്. പിന്നെ മെൻസസിന്റെ സമയത്ത് വീക്ക്നെസ്സിന് വരുന്ന മെഡിസിൻസ് ആണ് അലുമിന, കോക്കുലസ്, കാർബോ ആനിമാലിസ്, അതോടൊപ്പം അയഡോ ഉണ്ട്. സ്ക്രോഫുലസ് ഡയാത്തസിസ്, ഡാർക്ക് ഓർ ബ്ലാക്ക് ഹെയർ ആൻഡ് ഐസ്, എ ലോ കാറ്ററ്റിക് കണ്ടീഷൻ വിത്ത് പ്രൊഫൗണ്ട് ഡെബിലിറ്റി. ഇനി അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം അസറ്റിക് ആസിഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ലീൻ പേഴ്സൺസ് വാക്സി ഫ്ലാബി മസിൽസ് ഉള്ള അല്ലെങ്കിൽ ഫേസ് ഉള്ള ആളുകളാണ്. ഇതിന് വാക്സി പോലെ തോന്നും. അതേപോലെ മറ്റൊരു മെഡിസിൻ പറഞ്ഞാൽ ഫെറമാണ്. ഓക്കെ. ഇനി മരാസ്മസ് ആൻഡ് അതർ വേസ്റ്റിംഗ് ഡിസീസ് ഓഫ് ചിൽഡ്രൻ. കണ്ടോ, നമ്മൾ മരാസ്മസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഈ മരാസ്മസിന്റെ കണ്ടീഷനെ കുറിച്ച് അതർ ദാൻ അബ്രോട്ടാനം പറഞ്ഞ ഒരു മെഡിസിനാണ് അസറ്റിക് ആസിഡ്. അപ്പം മരാസ്മസ് ആൻഡ് അതർ വേസ്റ്റിംഗ് ഡിസീസ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് അസറ്റിക് ആസിഡ്. സ്പെസിഫിക് ആയിട്ട് കുഞ്ഞുങ്ങളിൽ കാണുന്ന അതർ വേസ്റ്റിംഗ് ഡിസീസസ് എന്ന് പറയുമ്പോൾ വൺ അമംഗ് ദം ഈസ് അസറ്റിക് ആസിഡ്. അല്ലാതെ മരാസ്മസ് ഓഫ് ചിൽഡ്രൻ എന്നും എസ്പെഷ്യലി ദർ ലെഗ്സ് എന്ന് പറഞ്ഞാൽ അബ്രോട്ടാനാണ്. ഓക്കെ. ഇനി ഇത് രണ്ടും ബോറക്കിൽ പ്രധാനപ്പെട്ടതായിട്ട് കൊടുത്തതാണ്. ഇറ്റ് ലിക്വിഫൈ ആൽബുമിനസ് ആൻഡ് ഫൈബ്രിനസ് ഡിപ്പോസിറ്റ്സ്. നിങ്ങളുടെ കയ്യിൽ ബോറിക് ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ലിക്വിഫൈ ആൽബുമിനസ് ആൻഡ് ഫൈബ്രിനസ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് സിംറ്റം ആണ്, ബോറിക്കിലാണ് കാണുന്നത്.
മറ്റൊന്ന് എപ്പിത്തീലിയൽ ക്യാൻസർ. അപ്പൊ നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് അബ്രോട്ടാനത്തിൽ പറഞ്ഞു. ഇവിടെ എപ്പിത്തീലിയൽ ക്യാൻസർ എന്ന് പറയുന്ന അസെറ്റിക് ആസിഡാണ്. അപ്പൊ ലിക്വിഫൈ ആൽബുമിനസ് ആൻഡ് ഫൈബ്രിനസ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന അസെറ്റിക് ആസിഡാണ്. ഇനി അടുത്ത മെഡിസിൻ, അപ്പൊ നിങ്ങൾക്കത് ഓൾമോസ്റ്റ് മനസ്സിലാവുന്നല്ലോ അല്ലെ? നമ്മൾ പെയിൽ ലീൻ പേഴ്സൺസ് വിത്ത് ലാക്സ് ഫ്ലാബി മസിൽസ്, ഫേസ് പെയിൽ ആൻഡ് വാക്സി. പിന്നെ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നത്, അതായത് ഒത്തിരി വീക്ക്നെസ് ഉണ്ടെന്നും, നമ്മൾ കീനോട്ടിൽ പറയുന്ന ഫിസിക്കൽ ജനറൽസ് ആണ് പറയുന്നത്, വീക്ക്നെസ് ഉണ്ടെന്നും തേഴ്സ്റ്റ് ആണെന്നും ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഈ ലിക്വിഫൈ ആൽബുമിനസ് ആൻഡ് ഫൈബ്രിനസ് ഡിപ്പോസിറ്റിന് അതിനകത്ത് പറഞ്ഞിട്ടില്ല. സോ യു മേ പ്ലീസ് നോട്ട് ദിസ്. ഇനി അടുത്തതാണ് അക്വണൈൻ. അക്വണൈൻ നമുക്ക് ഒരുപാട് പരിചയമുള്ള മെഡിസിൻ ആണ്. Is generally indicated in acute or recent cases occurring in young persons, especially girls of a full plethoric habit who leads a sedentary life. Persons easily affected by atmospheric changes, dark hair and eyes, rigid muscular fiber. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കീനോട്ടിൽ കിടക്കുന്നതാണ്. അതായത് കുറച്ച് യങ് പേഴ്സൺസ് അല്ലെങ്കിൽ ഗേൾസിനാണ് വരുന്നത്. അവർക്ക് ഒരു പ്ലിത്തോറിക് ഹാബിറ്റ് ഉണ്ട്, അവരൊരു സെഡൻഡറി ലൈഫാണ് ലീഡ് ചെയ്യുന്നത്, അവർക്ക് അറ്റ്മോസ്ഫിയർ ചേഞ്ചസ് ഭയങ്കര ഡ്രൈ അറ്റ്മോസ്ഫിയറിക് വെതർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വെസ്റ്റേൺ വിൻഡ് എന്നൊക്കെ താഴെ പറയുന്നുണ്ട്. ഇനി അതൊന്നും അല്ല നമ്മുടെ കാര്യം. അക്യൂട്ട് സഡൻ ആൻഡ് വയലന്റ് ഇൻവേഷൻ വിത്ത് ഫീവർ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അക്യൂട്ടാണ്, സഡൻ ഇൻവേഷൻ വിത്ത് ഫീവർ ആണ്, ഷോസ് നോ പീരിയോഡിസിറ്റി. അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് ഓർക്കും, നോ പീരിയോഡിസിറ്റി ആണ്. ഇനി അതിനകത്ത് പറയുന്ന ഒരു സിംറ്റം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതിലിങ്ങനെയാണ്, ഒരു മിനിറ്റ്, അതിനകത്ത് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത്. അതായത് ഷോസ് നോ പീരിയോഡിസിറ്റി, ഇൻഫ്ലുവൻസയ്ക്ക് കൊടുക്കുന്നതാണ്. അതിലെ എക്സ്ട്രിമിറ്റീസിൽ ഒരു സിംറ്റംസ് കിടക്കുന്നുണ്ട്. അത് പലപ്പോഴായി MCQസിന് പലയിടങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ബ്രൈറ്റ് റെഡ് ഹൈപ്പോതിനാർ എമിനൻസസ് ഓൺ ബോത്ത് ഹാൻഡ്സ്, നിങ്ങൾ നോക്കിയാൽ കാണാം, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അക്വണൈറ്റിൽ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ബ്രൈറ്റ് റെഡ് കളർ ഓഫ് ഹൈപ്പോതിനാർ എമിനൻസസ് ഓൺ ബോത്ത് ഹാൻഡ്സ്, പല കാര്യങ്ങളും നിങ്ങൾ ഇറ്റാലിക്സിൽ കാണാൻ പറ്റുമെങ്കിലും ഈ സിംറ്റം അക്വണൈറ്റിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫിയർ ഓഫ് ഡെത്തും ഫിയർ ഓഫ് ഫ്യൂച്ചർ എല്ലാം ഉണ്ട്, ബട്ട് ദിസ് ഇസ് മോർ ഇമ്പോർട്ടന്റ്. ഡ്രൈ കോൾഡ് വെതറിലാണ് അവർക്ക് അഗ്രിവേഷൻ ഉള്ളത്. അപ്പൊ ആ കാര്യം കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. അക്വണൈറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഹൈപ്പോതിനാർ എമിനൻസിലെ കളറ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈവൻ ദോ അത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നതല്ലെങ്കിലും. ഇനി അടുത്തത് എയ്സ്കുലസ് ആണ്. എയ്സ്കുലസ് എന്ന് പറയുമ്പോൾ എന്താണ് എയ്സ്കുലസ് കൂടുതൽ നമുക്ക് അറിയുന്നത്? എന്താണെങ്കിലും എയ്സ്കുലസ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് പോലെ തന്നെ എയ്സ്കുലസ് ഇസ് ഗിവൺ ഫോർ ഹെമറോയിഡൽ കംപ്ലൈൻസ്. പക്ഷെ എയ്സ്കുലസിന് ഒരു പ്രത്യേകത ഉണ്ട്, അത്ര മാർക്ഡ് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാത്തൊരു മെഡിസിനാണ്. നമുക്ക് ബാക്ക് ഏക്ക് സിംറ്റംസ് ഒക്കെ കാണും, പക്ഷെ കോൺസ്റ്റിപ്പേഷൻ സിംറ്റംസ് കുറവാണ്. സോ ഫോർ പേഴ്സൺസ് വിത്ത് ഹെമറോയിഡൽ ടെൻഡൻസി ആൻഡ് ഹു സഫർ വിത്ത് ഗ്യാസ്ട്രിക്, bilious or catarrhal troubles, absence of constipation, severe pain with little bleeding, severe backache rendering patient unfit for business, അങ്ങനെ ഒരു വാക്ക് ഈ എയ്സ്കുലസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറെ മെഡിസിൻസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കാറുണ്ട് അല്ലെ, എയ്സ്കുലസ് കൊടുക്കാറുണ്ട്, ചില അലോസ് കൊടുക്കുന്നു, കോളിൻസോണിയം കൊടുക്കുന്നു. ഇതെല്ലാം കൊടുത്താലും കോളിൻസോണിയത്തിൽ കോൺസ്റ്റിപ്പേഷൻ മാർക്ക് ആകുമ്പോൾ ഇവിടെ കോൺസ്റ്റിപ്പേഷൻ വളരെ കുറവാണ്, പക്ഷെ അവർക്ക് പെയിൻ വളരെ സിവിയർ ആണ്. Okay, so severe pain with a little bleeding, severe backache, rendering the patient unfit for business. അങ്ങനെ ഒരു വാക്ക് എയ്സ്കുലസിലാണ് നമ്മൾ കാണുന്നത്. ആൻഡ് വിത്ത് ഡൾനെസ് ഓഫ് ഡൾനെസ് അല്ല കേട്ടോ, ഫുൾനെസ് ഓഫ് വേരിയസ് പാർട്സ് എന്നാണ് ഇവിടെ. ഫുൾനെസ് എന്നാണ് ഞാൻ എഴുതി ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആട്ടോ. ഫുൾനെസ് ഓഫ് വേരിയസ് പാർട്സ്. ഈ ഫുൾനെസ് ഓഫ് വേരിയസ് പാർട്സ് മാത്രം കണ്ടാൽ യു ഹാവ് ടു റിമെമ്പർ എയ്സ്കുലസ്. അപ്പം ആക്ച്വൽ കോൺസ്റ്റിപ്പേഷൻ ഇതിനകത്ത് ഇല്ലെന്നുള്ളതും കോൺസ്റ്റിപ്പേഷൻ വളരെ കുറവാണെന്നുള്ളതും ബാക്ക് ഏക്ക് ഭയങ്കര മാർക്ഡ് ആണെന്നും ഈ ബാക്ക് ഏക്ക് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ കംപ്ലൈന്റ് കൊണ്ട് തന്നെ റെൻഡറിങ് പേഷ്യന്റ് അൺഫിറ്റ് ഫോർ ബിസിനസ് എന്ന വാക്കൂടെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ. അടുത്തതാണ് എത്തൂസ. നിങ്ങളൊന്ന് എത്തൂസ എടുത്ത് നോക്കണം. എത്തൂസ എന്ന് പറയുന്ന മെഡിസിൻ ഇറ്റ് ഇസ് എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ ഡ്യൂറിങ് ഡെന്റേഷൻ ഇൻ ഹോട്ട് വെതർ, ചിൽഡ്രൻ ഹു കനോട്ട് ബെയർ മിൽക്ക്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഡെന്റേഷൻ ആയിരിക്കണം, രണ്ടാമത് ഹോട്ട് സമ്മർ ആയിരിക്കണം. ആൻഡ് ദ സിംറ്റംസ് സെക്കൻഡ് വിത്ത് വയലൻസ്. എത്തൂസയുടെ സിംറ്റംസ് എപ്പോഴും വരുമ്പോൾ ഭയങ്കര വയലന്റ് ആയിട്ടാണ് വരിക. അതിനകത്തൊരു ഇറ്റാലിക് സിംറ്റംസ് പോലെ പറയുന്ന ഒരു സിംറ്റം ആണ് ഇത്. ആങ്ഷ്യസ് ആണ്, ക്രൈയിങ് ആണ്,
എക്സ്പ്രഷൻ ഓഫ് അൺഈസിനെസ് ആൻഡ് ഡിസ്കണ്ടന്റ്മെന്റ്. എത്തൂസൊക്കെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. ക്രൈം ആണെന്നൊക്കെ നമുക്കറിയാം, പക്ഷെ ബാക്കി ആ ഫുൾ സെന്റൻസ് ഉണ്ടാവില്ല. ഇപ്പോ 2018 ഒരു നാം എക്സാം നടന്നിരുന്നു, നിങ്ങൾക്ക് ഓർക്കണമെന്ന് അറിയില്ല. ഹോൾ കേരളത്തിൽ ഇന്ന് ഈ പ്രാവശ്യം നടന്ന പോലത്തെ ഒരു നാം എക്സാം നടന്നു. അപ്പൊ അതിൽ ചോദിച്ച ഒരു സിംറ്റം നമ്മൾ ചമോമിലക്കകത്ത് വായിക്കും. അതായത് ഹോട്ട് നമ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു സിംറ്റമാണ്. അപ്പൊ നമ്പുള്ള സിംറ്റം മെഡിസിൻസ് ഒക്കെ നമുക്കറിയാം, അത് നമ്മുടെ ഫ്ലാറ്റിനൊക്കെ ഈ നമ്പിനെസ്സിന് കൊടുക്കുന്ന മെഡിസിനാണ്. പക്ഷെ ഹോട്ട് നമ്പ് എന്ന കറക്റ്റ് ആ ഫ്രേസ് അനുസരിച്ച് ചോദിച്ചിട്ട് അന്ന് എനിക്ക് തെറ്റിയൊരു ആൻസർ ആണ്. പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഇറ്റാലിക്സിൽ കൊടുക്കുന്ന പലതും ബോറക്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന്. ഓക്കെ, അപ്പൊ എത്തൂസയുടെ കാര്യം ഇതുപോലെ ആംഗ്വിഷ് ആണ്, ക്രൈങ് ആണ്, എക്സ്പ്രഷൻ ഓഫ് അൺഈസിനെസ് ആൻഡ് ഡിസ്കണ്ടന്റ്മെന്റ്. മറ്റൊന്ന് സിംറ്റംസ് സെറ്റ്സ് വിത്ത് വയലൻസും ഇൻഎബിലിറ്റി ടു ഡൈജസ്റ്റ് മിൽക്ക്. അത് മറന്നു പോകരുത്. നമ്മൾ ഇവഞ്ച്വലി പല മെഡിസിൻസും മാക്കാർബിലും ഒക്കെ ഇത് പറയുന്നുണ്ട്. പക്ഷെ ഇൻഎബിലിറ്റി ടു ഡൈജസ്റ്റ് മിൽക്ക് എന്നുള്ളത്, അതല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് പോലെ കാണിക്കുന്ന മെഡിസിൻ ആണ് എത്തൂസ. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്തത് അഗാരിക്കസ്. അഗാരിക്കസിന് മറ്റൊരു പേരുണ്ട്, അമാനിറ്റ മസ്കാരിയ. നിങ്ങൾ ബോർഡിൽ നോക്കിയാൽ കാണാൻ പറ്റും, അഗാരിക്കസ് ഓർ അമാനിറ്റ മസ്കാരിയ. അപ്പൊ നമുക്ക് അഗാരിക്കസിനെ കുറിച്ച് പറയുമ്പോൾ, പേഴ്സൺസ് വിത്ത് ലൈറ്റ് ഹെയർ, സ്കിൻ, മസിൽസ് ലാക്സ്, ഓൾഡ് പീപ്പിൾ വിത്ത് ഇൻടോളറന്റ് സർക്കുലേഷൻ. ഇനി ഡ്രങ്കാർഡ്സിന്റെ ഹെഡേക്കിന് കൊടുക്കാം. ഡ്രങ്കാർഡ്സ് ഹെഡേക്ക്, ബാഡ് എഫക്ട്സ് ആഫ്റ്റർ എ ഡിബൗച്ച് ലൈക്ക് ലൊബേലിയ, നക്സ്, റണ്ണൻകുലസ്. ഇനി ഇതേ ഒരു സിംറ്റം കുറച്ച് വേരിങ് ആയിട്ട് നമ്മൾ സെലീനിയത്തിൽ പഠിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ കാര്യം ഓർക്കാം, ഡ്രങ്കാർഡ്സിന് വരുന്ന തലവേദന അഗാരിക്കസ് ആണ് കൊടുക്കുന്നത്. ഇതിനുള്ള സിംറ്റംസ് ആണ് ജർക്കിംഗ്, ട്വിച്ചിങ്, ട്രംബ്ലിംഗ് ആൻഡ് ഇച്ചിങ്. മറന്നുപോയത്, ജർക്കിംഗ്, ട്വിച്ചിങ്, ട്രംബ്ലിംഗ് ആൻഡ് ഇച്ചിങ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഇറ്റാലിക് സിംറ്റം ആണ് സെൻസേഷൻ ആസ് ഇഫ് പിയേഴ്സ് ബൈ നീഡിൽസ് ഓഫ് ഐസ്. ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് സ്കിന്നിൽ ഇത് തന്നെ പറയുന്നതുകൊണ്ടാണ്. സെൻസേഷൻ ആസ് ഇഫ് പിയേഴ്സ്ഡ് ബൈ ദ നീഡിൽസ് ഓഫ് ഐസ്. ഐസ് പിയേഴ്സ് ചെയ്ത പോലെ തോന്നുന്നു എന്ന് പറയുന്ന, അത് നമ്മൾ ചില കേസസിൽ അങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ. ഈ യൂറിക് ആസിഡിന്റെ കണ്ടീഷനൊക്കെ വരുമ്പോഴും അബ്നോർമൽ സെൻസേഷൻസ് വരുമ്പോഴും ഈ സിംറ്റംസ് കേൾക്കാറുണ്ട്. സെൻസേഷൻ പിയേഴ്സ്ഡ് ബൈ നീഡിൽസ് ഓഫ് ഐസ് എന്നല്ല, പിന്നെ പിന്നുകൊണ്ട് കുത്തുന്ന പോലത്തെ വേദന എന്ന് പറയാറുണ്ട്. ഓക്കെ, വയലന്റ് ബെയറിംഗ് ഡൗൺ പെയിൻ ഉണ്ട്. നമുക്ക് അറിയുന്ന പോലെ തന്നെ ഈ അഗാരിക്കസിന് ക്രോസ് വൈസ് അഫക്ഷൻ ഉണ്ട്. റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും അഫക്റ്റഡ് ആണ്. ഇതിൽ എന്തോ ഒരു ചെറിയ കോൺട്രഡിക്ഷൻ ബോറിക്കും കെയ്നോട്ടും തമ്മിലുണ്ട്. എങ്കിലും ബോറിക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും. ഓർക്കണേ, റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും. അഗാരിക്കസ് ആം റൈറ്റ്, അങ്ങനെ ഓർത്താൽ മതി. എ ആർ ആം റൈറ്റ്, അങ്ങനെ ഒന്ന് ഓർത്തോളൂ കേട്ടോ. അപ്പൊ അഗാരിക്കസ് അമാനിറ്റ മസ്കാരിയ ആണ്, ഡ്രങ്കാർഡ്സിന് ഹെഡേക്കിന് കൊടുക്കുന്നു. ജർക്കിംഗ്, ട്വിച്ചിങ്, ട്രംബ്ലിംഗ് ആൻഡ് ഇച്ചിങ് ഉണ്ട്. ഇനി അടുത്ത മെഡിസിൻ ആണ് ആഗ്നസ് കാസ്റ്റസ്. ആഗ്നസ് കാസ്റ്റസ് ഫോർ ദ ലിംഫാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. പേര് പറഞ്ഞതുപോലെ ഓൾഡ് സിന്നേഴ്സിന് കൊടുക്കുന്ന മെഡിസിൻ ആണ്. വിത്ത് ഇമ്പോർട്ടൻസ്, ഗ്ലീറ്റ്, അൺമാരീഡ് പേഴ്സൺ സഫറിംഗ് ഫ്രം നെർവസ് സ്റ്റെബിലിറ്റി, പ്രിമച്വർ ഓൾഡ് ഏജ്, മെലങ്കളി, apathy, mental distraction, self-contempt arising in young person from abuse of sexual powers from seminal losses. Gnawing in, അത് ഇറ്റാലിക്സിൽ കൊടുത്തൊരു സംഭവമാണ് ബോറിക്കിൽ കേട്ടോ. gnawing, itching in all parts, especially eyes. അപ്പൊ ആഗ്നസിന് ഒരു കണ്ണു ചൊറിച്ചിലുണ്ടെന്ന് നമ്മൾ ആരും ചിന്തിക്കില്ല. വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചൊറിച്ചിൽ, കണ്ണു ചൊറിച്ചിലുണ്ട് ആഗ്നസിന് അല്ലേ. അവരുടെ ചെറുപ്പകാലത്തിലൊക്കെ ദേവർ ഓൾഡ് സിന്നേഴ്സ്, അതുകൊണ്ട് അവർക്ക് കണ്ണു ചൊറിച്ചിലുണ്ടായിരുന്നോ, അങ്ങനെയെങ്കിലും ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ പറയുന്ന ഒരു ഇറ്റാലിക് സിംറ്റം ആണ് ടാക്കികാർഡിയ കോസ്ഡ് ബൈ ടൊബാക്കോ ഇൻ ന്യൂറോട്ടിക് യങ് പേഴ്സൺ എന്നൊരു, അല്ലെങ്കിൽ യങ് മെൻ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇറ്റാലിക്സ് ഒന്നും അല്ല, കൊടുത്തിട്ടുള്ളത് മാത്രം. സോ ഗ്നോയിങ്, ഇച്ചിങ് ഇൻ ഓൾ പാർട്സ് എസ്പെഷ്യലി ഐസ്, മറന്നു പോകരുത്. ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്. അവർക്ക് അവരുടെ മെന്റൽ സിംറ്റംസ് ഒക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. സ്പീഡി ഡെത്തിന് ആവശ്യപ്പെടുന്ന ആളുകൾ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ കമ്മിങ് ടു അലോസ്. അലോസിന്റെ കേസ് പറയുകയാണെങ്കിൽ, അലോസ് അഡാപ്റ്റഡ് ടു ഇൻടോളറന്റ് വേരി പേഴ്സൺ അവേഴ്സ് ടു എയ്തർ മെന്റൽ ഓർ ഫിസിക്കൽ ലേബർ, മെന്റൽ ലേബർ ഫാറ്റീഗ്സ്. അവർക്ക് മെന്റൽ ലേബറിനോട് യാതൊരു താല്പര്യമില്ല. മെന്റൽ ലേബർ ആണ് അവർക്ക് ക്ഷീണം ഉണ്ടാക്കുന്നത്. ഇതുപോലെ മെന്റൽ ലേബറും ഫിസിക്കൽ ലേബറും ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട്, നമ്മുടെ ക്യാപ്സിക്കം ആനമാണ് കേട്ടോ. അപ്പൊ അലോസിനും ഇൻടോളറന്റ് വേരി പേഴ്സൺസ് തന്നെ മെന്റൽ ഓർ ഫിസിക്കൽ ലേബർ അവർക്ക് ഇഷ്ടമില്ല. ഓൾഡ് പീപ്പിൾ, എസ്പെഷ്യലി വിമൻ ഓഫ് റിലാക്സ്ഡ് ഫ്ലെഗ്മാറ്റിക് ഹാബിറ്റ്. ഇനി നമ്മുടെ ബോറിക്കിൽ പറഞ്ഞ സിംറ്റം ഉണ്ട്,
An excellent remedy to aid in re-establishing physiological equilibrium. ആ വാക്കൊന്ന് ഓർക്കണം. നമ്മൾ ഒരു കാരണവശാലും അലോസിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ചിന്തിക്കില്ല. An excellent remedy in re-establishing physiological equilibrium. അല്ലെങ്കിൽ കുറെ ഡോസിങ് ചെയ്തതിനോ അല്ലെങ്കിൽ പല ഡിസീസസ് വന്നിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഒരു ഫിസിയോളജിക്കൽ ഈക്വിലിബ്രിയം തിരിച്ചു കൊണ്ടുവരുവാൻ സഹായിക്കുന്ന ഒരു മെഡിസിൻ ആണിത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റാലിക്സിലൊന്നും അല്ലെങ്കിലും, ദർ ഇസ് നോ റെമഡി റിച്ചർ ഇൻ സിംറ്റംസ് ഓഫ് പോർട്ടൽ കൺജഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, പോർട്ടൽ കൺജഷൻ ഇത്രയോളം ഉള്ള ഒരു മെഡിസിൻ ഇല്ലെന്നാണ് അലോസിനെ പറ്റി ബോറിക്ക് പറയുന്നത്. ആൻഡ് ഡിസാറ്റിസ്ഫൈഡ് അബൌട്ട് ഹിംസെൽഫ് alternate with the lumbago. ഈ സിംറ്റംസ് കൂടി നോക്കുക. Dissatisfied about himself, alternate with the dissatisfied and angry about himself, alternating with the lumbago. ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കണേ. അപ്പം നമ്മൾ കുറച്ച് അൺകോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെമിലർ അല്ലാത്ത കുറച്ച് സിംറ്റംസ് പറയാണ്. അതായത് ക്വസ്റ്റ്യൻസ് ഇനി ടഫ് ആവുമോ നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾ പ്രിക്കോഷൻ ആയിട്ട് പഠിച്ചിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പൊ ദർ ഇസ് നോ റെമഡി റിച്ചർ ഇൻ സിംറ്റംസ് ഓഫ് പോർട്ടൽ കൺജഷൻ എന്ന് ചോദിച്ചാൽ യു മേ തിങ്ക് ഓഫ് അലൂസ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവര് എങ്ങനെ വേണമെങ്കിലും ട്വിസ്റ്റ് ആൻഡ് ടേൺ ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ നാഷും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചിരുന്നു, അതിന് എനിക്ക് പറ്റിയില്ല. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ നാഷിലെയും കൂടെ പ്രധാനപ്പെട്ട സിംറ്റംസ് കൂടെ കവർ ചെയ്യും കേട്ടോ. ഇനി അടുത്തതാണ് അലുമിന. അലുമിന എന്ന് പറഞ്ഞാൽ അഡാപ്റ്റഡ് പേഴ്സൺസ് ഹു സഫർ ഫ്രം ക്രോണിക് ഡിസീസ്, ദ അക്വനൈറ്റ് ഓഫ് ക്രോണിക് ഡിസീസ്. അലുമിനിയെ കുറിച്ച് നമുക്ക് പറയുന്ന അക്വനൈറ്റ് ഓഫ് ക്രോണിക് ഡിസീസ്. ഇനി നമ്മുടെ കാപ്പിലറി സിസ്റ്റത്തിന്റെ ഇതേപോലെ ഒരാളുണ്ട്, അതാണ് നമ്മുടെ ഹമാമിലിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീനസ് സിസ്റ്റത്തിന്റെ പ്രധാനിയായിട്ട് കാണുന്നതാണ് ഹമാമിലിസ് എന്ന് പറയുന്നത്. അതേസമയം അലുമിന എന്ന് പറയുന്നത് അക്വനൈറ്റ് ഓഫ് ക്രോണിക് ഡിസീസസ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡെഫിഷ്യന്റ് ഇൻ ആനിമൽ ഹീറ്റ് ആണ്. പിന്നെ സ്പെയർ, ഡ്രൈ, തിൻ സബ്ജക്ട്സ്, ഡാർക്ക് കോംപ്ലക്ഷൻ, മൈൽഡ് ചിയർഫുൾ ഡിസ്പോസിഷൻ, ഹൈപ്പോകോൺട്രിയാക്സ്, ഇങ്ങനെ കുറെ സിംറ്റംസ് പറയുന്നുണ്ട് കേട്ടോ. റെക്ടൽ സിംറ്റംസ് കണ്ടാൽ ഈ പേഷ്യന്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ